മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച 80-ലധികം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു അത്ഭുത ഗ്രന്ഥത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംവാദിക്കാൻ പോകുന്നത്. നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങളെ പിന്തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പുസ്തകം ദി ആൽക്കമിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ഈ മാസ്റ്റർ പീസിനെ കുറിച്ചാണ്. ഈ കഥ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ 1947 ജനിച്ചത്. ഒരു എഴുത്തുകാരനാകുക എന്ന തൻ്റെ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. 1988 ഈ പുസ്തകം ആദ്യമായി പുറത്തിറങ്ങുമ്പോൾ അതൊരു പരാജയമായിരുന്നു. എന്നാൽ പരാജയങ്ങളിൽ തളരാതെ കൊയ്ലോയുടെ നിശ്ചയദാർഢ്യമാണ് ഈ പുസ്തകത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാക്കി മാറ്റി. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊരു കഥയിലൂടെ ആരംഭിച്ചാൽ സ്പെയിനിലെ അന്തലൂഷ്യയിലാണ് കഥ തുടങ്ങുന്നത്. സാൻറിയാഗോ എന്ന ആട്ടിടയൻ ബാലനാണ് നമ്മുടെ നായകൻ. അവൻ തൻ്റെ ആടുകളുമായി സഞ്ചരിക്കുമ്പോൾ ഒരു സ്വപ്നം ആവർത്തിച്ച് കാണുന്നു. ഈജിപ്തിലെ പിരമിഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയെപ്പറ്റി. ആ സ്വപ്നം തേടി പോകണോ എന്ന് അവൻ സംശയിച്ച് നിൽക്കുമ്പോഴാണ് മെൽക്കിസെഡെക്ക് എന്ന രാജാവിനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം അവനോട് ഒരു വലിയ സത്യം പറഞ്ഞു. നീ എന്തെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുവാൻ പ്രപഞ്ചം മുഴുവൻ നിന്നെ സഹായിക്കും. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. നമ്മുടെ കഥാനായകൻ്റെ പ്രതിസന്ധികളെയും പോരാട്ടത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. തൻ്റെ ആടുകളെ വിറ്റ് സാൻറിയാഗോ ആഫ്രിക്കയിലേക്ക് തിരിച്ചു. പക്ഷേ അവിടെ വെച്ച് അവൻ കബളിപ്പിക്കപ്പെട്ടു. അവൻ്റെ കയ്യിലുള്ള പണം എല്ലാം നഷ്ടമായി. പക്ഷേ അവൻ പിന്മാറിയില്ല. ഒരു സ്ഫടിക വ്യാപാരിയുടെ കൂടെ ജോലി ചെയ്ത് അവൻ വീണ്ടും പണം സമ്പാദിച്ചു. ആ യാത്രയിൽ അവൻ ഫാത്തിമ എന്ന പെൺകുട്ടിയെ പ്രണയിച്ചു. പ്രണയവും പ്രതിസന്ധികളും കടന്ന് അവൻ മരുഭൂമിയിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. യാത്രക്കിടയിൽ അവൻ വിവേകിയായ ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുന്നു. ലോഹങ്ങളെ സ്വർണ്ണമാക്കുന്ന വിദ്യയല്ല, മറിച്ച് തൻ്റെ ഹൃദയത്തെ വായിക്കാനാണ് അദ്ദേഹം സാൻറിയാഗോയെ പഠിപ്പിച്ചത്. മണൽക്കാറ്റായി മാറാൻ പോലും പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്ന സാൻറിയാഗോയെ നാം ഇവിടെ കാണുന്നു. ഒടുവിൽ അവൻ പിരമിഡുകളുടെ മുന്നിലെത്തി. ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ പിരമിഡുകളിൽ എത്തി മണ്ണ് കുഴിക്കുന്ന സാൻറിയാഗോയെ ചില കൊള്ളക്കാർ ആക്രമിക്കുന്നു. അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു കൊള്ളക്കാരൻ അവനെ പരിഹസിച്ചു. ഞാനും പണ്ടൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്പെയിനിലെ ഒരു പഴയ പള്ളിയിലെ മരത്തിൻ്റെ ചുവട്ടിൽ നിധിയുണ്ടെന്ന്. പക്ഷേ നിന്നെപ്പോലെ മണ്ടനല്ലാത്തതുകൊണ്ട് ഞാനത് തേടിപ്പോയില്ല. അപ്പോഴാണ് സാൻറിയാഗോ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. അവൻ വർഷങ്ങളോളം തേടി നടന്ന നിധി അവൻ പണ്ടുറങ്ങിയിരുന്ന സ്പെയിനിലെ പള്ളിയിൽ തന്നെയായിരുന്നു. അവൻ തിരികെ പോയി ആ മരച്ചുവട്ടിൽ നിന്ന് നിധി കണ്ടെടുത്തു. ഈ പുസ്തകം നമ്മൾ ഉപസംഹരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ നിധിയുണ്ട്. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ യാത്ര പുറപ്പെടുക തന്നെ വേണം. ലക്ഷ്യത്തെക്കാൾ ആ യാത്രയിൽ നമ്മൾ നേടുന്ന അനുഭവങ്ങളാണ് യഥാർത്ഥ നിധി. നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ ഭയപ്പെടുന്നുണ്ടോ? എങ്കിൽ പൗലോ കൊയ്ലോയുടെ ഈ വാക്കുകൾ ഓർക്കുക. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനെ തടയുന്ന ഒരേ ഒരു കാര്യം പരാജയപ്പെടുന്ന ഭയം മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത തവണ മറ്റൊരു മികച്ച പുസ്തകവുമായി കാണാം. നന്ദി.